ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ വളർച്ചയ്ക്കും ദൈവസഭ ആത്മീയ പക്വത പ്രാപിക്കുന്നതിനും ഫോർ ദി എക്വിപ്പിംഗ് ഓഫ് ദ ചർച്ച്, എഫീഷ്യൻ ചാപ്റ്റർ 4:12 ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ചത് വി ഷുഡ് ഹാവ് എ ഹാർട്ട് ഓഫ് സർവീസ്, ശുശ്രൂഷ ചെയ്യാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം. മാർക്ക് ചാപ്റ്റർ 10 ആണ് നമ്മൾ ചിന്തിച്ചത്. ഇനി രണ്ടാമതായി നമുക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള മനോഭാവം മാത്രം ഉണ്ടായിരുന്നാൽ മതിയോ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്കുണ്ടായിരിക്കണം രണ്ടാമതായിട്ട്. അത് നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. അവിടെ കാണുന്ന ഒരു വാക്യത്തിലെ പദപ്രയോഗം ഗലാത്യർ 5:13 നമുക്ക് നോക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:13, ആക്ച്വലി 13-15 നമ്മൾ വായിച്ചിട്ട് നമുക്ക് അതിനെ ചിന്തിക്കാം. 5:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. അവിടെയാണ് സെർവ് ഇൻ ലവ്, സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ഒന്ന് നമ്മൾ കണ്ടു, യു ഷുഡ് ഹാവ് എ ഹാർട്ട് ഫോർ സർവീസ്. ഹൃദയപൂർവമായി നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം, ശുശ്രൂഷ ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം. രണ്ട്, സെർവ് ഇൻ ലവ്. മനസ്സുണ്ടായിരുന്നാൽ മാത്രം പോരാ, ആ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം? സ്നേഹത്തിൽ ചെയ്യണം. നമ്മൾ ദൈവസഭയെ, ദൈവമക്കളെ ഒക്കെ ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷ ഹൃദയപൂർണ്ണം മാത്രം പോരാ, അത് സ്നേഹത്തിൽ ചെയ്യണം. ആമേൻ. നമുക്ക് ഹൃദയപൂർവ്വം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റാരെയും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഹൃദയത്തെ എനിക്ക് സംതൃപ്തി ഉണ്ടാകാൻ, അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കുന്നു എന്ന ബോധ്യം എനിക്കുണ്ടാകാൻ ശുശ്രൂഷ ചെയ്യുന്നു. അതാണ് ദൈവം അത് അംഗീകരിക്കുന്നു. അതാണ് ഹൃദയപൂർവമായ സർവീസ് എന്ന് പറയുന്നത്. എന്നാൽ അത് സ്നേഹത്തിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു പടി കൂടെ കടന്നാണ്. ഇത് നമുക്ക് സ്നേഹമില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, ചെയ്യാനായിട്ട് പറ്റും. ഈ 1 കൊരിന്ത്യർ ലേഖനം 13 പൗലോസ് അപ്പോസ്തലൻ, നമ്മൾ അറിയാം, വി നോ ദാറ്റ് ചാപ്റ്റർ ഈസ് നോൺ ആസ് ദ ചാപ്റ്റർ ഓഫ് ലവ്. സ്നേഹത്തിന്റെ അധ്യായം എന്നാണ് 1 കൊരിന്ത്യർ 13 വിളിക്കുന്നത് തന്നെ. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറഞ്ഞ് ആ അധ്യായം ഞാൻ അവസാനിപ്പിക്കാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനകത്ത് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പൊറുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിൽ വളരെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ തനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും തൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ അതിൽ യാതൊരു കാര്യവുമില്ല. അതൊരു ഭയങ്കര കുഴപ്പിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ എനിക്കുള്ളതെല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, അതിനും അപ്പുറം തൻ്റെ ശരീരം തന്നെ ചുടാൻ, തീയിൽ വീഴുക എന്ന് പറയുക, അല്ലെങ്കിൽ കർത്താവിന്റെ നാമം നിമിത്തം, ശുശ്രൂഷ നിമിത്തം രക്തസാക്ഷിയാകുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. അതിൽ തീയിൽ ചുടാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ത്യാഗത്തിന് തയ്യാറാകുന്ന ആളിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. അതിന്റെ അർത്ഥം എന്താ? സ്നേഹമില്ലാതെയും ത്യാഗം ചെയ്യാമെന്നാണ്. എന്നെ തന്നെ ഏൽപ്പിച്ച് എൻ്റെ ശരീരം തീയിൽ ഏൽപ്പിക്കാൻ തയ്യാറാകുമ്പോഴും എനിക്ക് എന്തില്ലാതിരിക്കാം? പോസിബിലിറ്റി, സ്നേഹമില്ലാതിരിക്കാം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുക, സ്നേഹമില്ലാതെയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതുപോലൊരു പദപ്രയോഗമാണ്, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ്. ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യണം? സ്നേഹത്തിൽ ചെയ്യണം. സ്നേഹത്തിൽ ചെയ്യണം. നിങ്ങൾ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ഹല്ലേലൂയ. സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ സ്നേഹത്താൽ അന്യോന്യം സേവിക്കുക എന്ന് പറയുന്നതിനെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വഴിയിലൂടെ പോകുന്നു, ഒരാള് വീണ് കിടക്കുന്നു. നമുക്ക് അയാളെ സഹായിക്കാനായിട്ട് സ്നേഹം വേണമെന്നില്ല. സ്നേഹമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് അയാളുടെ വഴിക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. അത് കഴിഞ്ഞു, അവിടുത്തെ ആ ബന്ധം കഴിഞ്ഞു. നമുക്കൊരു സംതൃപ്തി, ആവശ്യമില്ലെന്ന് ഒരുത്തിനെ ഹെൽപ്പ് ചെയ്തല്ലോ എന്നൊരു സംതൃപ്തി. അതിനപ്പുറത്ത് അത് അയാളോട് സ്നേഹം ഉണ്ടായിട്ടല്ല അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്നേഹം നിലനിൽക്കാൻ വേണ്ടിയുമല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. മറ്റു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡോക്ടർമാരുടെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, രോഗി ആരാണെന്നുള്ളത് വിഷയമല്ല. അയാൾ ചിലപ്പോ അടുത്ത മാസം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊടും ക്രിമിനൽ ആയിരിക്കാം. അടുത്ത മാസം അയാളെ തൂക്കിക്കൊല്ലാൻ പോകണം. പക്ഷെ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാലും ഡോക്ടറുടെ ഉത്തരവാദിത്വം എന്താ? അയാളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ അയാളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു.
ഡോക്ടർ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു. ആൾ ആരാണെന്നുള്ളതല്ല വിഷയം, ജോലിയാണ്. അപ്പോൾ ജോലി അതൊരു സേവനം കൂടെയാണ്. ആ ഡോക്ടർ ചെയ്യുന്ന ഒരു സേവനം, ഒരു ശുശ്രൂഷ കൂടെയാണ്. അത് സ്നേഹമില്ലാതെയും ചെയ്യാം. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ ഉദാഹരണമായി പറഞ്ഞതാണ്. പക്ഷെ സ്നേഹത്തിൽ ചെയ്യണമെങ്കിൽ നമുക്കറിയാവുന്ന, നമ്മൾ അടുത്തിടപഴകുന്ന, നമുക്ക് ഹൃദയപൂർണമായി നമുക്ക് അയാളോട്, ആ വ്യക്തിയോട്, അല്ലെങ്കിൽ ആ കുടുംബത്തോട്, അതല്ലെങ്കിൽ ആ സഭയോട്, ആ ദൈവമക്കളോട് സ്നേഹമുണ്ടാകുമ്പോൾ, സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു പടി കൂടെ കടന്ന ശുശ്രൂഷയാണ്. എൻ്റെ കടമ നിർവഹിക്കാൻ വേണ്ടിയല്ല, ദൈവം എന്നോട് അത് ചെയ്യാൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമല്ല, സ്നേഹത്തിൽ ചെയ്യുക, സ്നേഹത്തിൽ ചെയ്യുക. ഹല്ലേലൂയ. ഈ സ്നേഹത്തിൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാവോ? യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു യൗവനക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവരാജ്യം അവകാശമാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ കൽപ്പനകളെല്ലാം നിനക്കറിയാലോ, അതെല്ലാം ചെയ്താൽ മതി. അവൻ പറഞ്ഞു, ഞാൻ ബാല്യം മുതൽ അതെല്ലാം ചെയ്തു വരുന്നു. അപ്പോൾ അടുത്ത പദം ഇങ്ങനെയാണ്, യേശു അവനെ സ്നേഹിച്ചിട്ട്. യേശു അവനെ സ്നേഹിച്ചിട്ട്. നോക്കൂ, അപ്പോൾ അതിന്റെ അർത്ഥം, തൊട്ട് മുമ്പ് പറഞ്ഞപ്പോൾ യേശുവിന് സ്നേഹം ഇല്ലായിരുന്നു എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. പക്ഷെ അത് പൊതുവിൽ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്. ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? കൽപ്പനകൾ അനുസരിക്കണം. അത് പൊതുവിൽ അതെല്ലാവർക്കും ബാധകമാണ്. എന്നാൽ അവൻ പറയുക, ഞാൻ ബാല്യം മുതൽ ഇതെല്ലാം അനുസരിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അവന് ഉറപ്പില്ല ഞാൻ ദൈവരാജ്യം അവകാശമാക്കുമെന്ന് അവന് ഉറപ്പില്ല. നോക്കൂ, കുഞ്ഞുനാൾ മുതലേ കൽപ്പനകളെല്ലാം അനുസരിച്ച് വരികയാണ്, അതവന് ബോധ്യമുണ്ട്. പക്ഷെ അവൻ ഇപ്പോഴും ഉറപ്പില്ല, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട്, കൽപ്പനകളെല്ലാം അനുസരിക്കുന്നതുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുമെന്ന് കോൺഫിഡൻസ് ഇല്ല. എവിടെയോ ഒരു കുറവ്, എവിടെയോ ഒരു പോരായ്മ അവന് സ്വയം തോന്നുകയാണ്. വാസ്തവത്തിൽ ആ തോന്നൽ, ആ ചിന്ത നല്ലതാണ്. നമ്മളെല്ലാം തികഞ്ഞു എന്ന ചിന്ത ഒരു ഭാഗത്ത് വന്നാലും, ഇല്ല, എന്തൊക്കെയോ കുറവുകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അവശേഷിക്കുന്ന ഒരു കുറവ് പോലും ശേഷിക്കാതെ പെർഫെക്റ്റിങ്ങിലേക്ക്, എക്വിപ്പിങ്ങിലേക്ക് നമ്മെ നയിക്കണമെങ്കിൽ നമുക്കിനിയും നമ്മളിൽ കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, ക്രമീകരിക്കേണ്ട വിഷയങ്ങളുണ്ട് എന്ന ചിന്ത നമ്മിലുള്ളപ്പോഴാണ് നമുക്ക് വളരാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനുഷ്യന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ഈ ഞാൻ പറഞ്ഞ ഭൗതികമായ, സെക്യുലറായ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വളർച്ചയുടെ ഘട്ടത്തിലും ഈ ഒരു ചിന്ത മനുഷ്യന് ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ മറ്റു മേഖലകളിൽ വളർച്ച പ്രാപിച്ചത്, അല്ലെ? ഹല്ലേലൂയ. മനുഷ്യൻ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടികളുടെ ചക്രത്തിന്റെ കണ്ടുപിടുത്തം മനുഷ്യന്റെ ജീവിതത്തിന്റെ നാഴികക്കല്ലാണ്, മൈൽ സ്റ്റോൺ ആണ്. മനുഷ്യ ചരിത്രത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആണ് വീൽസിന്റെ കണ്ടുപിടുത്തം. അതുപോലെ മനുഷ്യന്റെ വേഗത വർദ്ധിച്ചു, അവൻ എത്തിച്ചേരാൻ പറ്റുന്നതിന്റെ വേഗത വർദ്ധിച്ചു. പക്ഷേ അതുകൊണ്ട് അവൻ തൃപ്തനായില്ല. അവൻ ആദ്യം ബുള്ളക്കാർട്ട്, അല്ലെങ്കിൽ കാളവണ്ടി, അതുപോലുള്ള കഴുതയെയോ കുതിരയോ ഒക്കെ കെട്ടി വലിക്കുന്ന അങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിച്ചു, കാർട്ട് ഉപയോഗിച്ചു. അതിലവൻ തൃപ്തനായില്ല. അതടുത്ത് എന്ത് ചെയ്തു? അവൻ കുറച്ചുകൂടെ വേഗത്തിൽ പോകാൻ പറ്റുന്ന സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു, സൈക്കിൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക്. അതിന് മോട്ടോർ പിടിപ്പിച്ചു. അങ്ങനെ വളർന്ന് അവന് പിന്നെ മഴ കൊള്ളാതെ, കാറ്റ് കൊള്ളാതെ, അല്ലെങ്കിൽ വെയിലേൽക്കാതെ ഷെൽട്ടറായിട്ട് കുടുംബമായി സഞ്ചരിക്കാൻ കാറുകൾ കണ്ടുപിടിച്ചു. അവിടെ കൊണ്ട് അവന് കൺവേയൻസിന്, അല്ലെങ്കിൽ സാധനങ്ങളിലൊക്കെ മാറ്റുന്നതിന് വേണ്ടി അവന് കൂടുതൽ ഭാരം വഹിക്കാൻ കഴിയുന്ന കൂടുതൽ സംവിധാനങ്ങൾ, ട്രക്കുകൾ, അതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ട്രെയിൻ കണ്ടുപിടിച്ചു. പക്ഷെ ഇതിലൊന്നും മനുഷ്യൻ എന്ത് ചെയ്തില്ല? അവന് ഇനിയും ഇത് പോരാ, ഇതിനപ്പുറത്തേക്ക്. ഒടുവിൽ എന്ത് ചെയ്തു? റൈറ്റ് സഹോദരന്മാർ മുന്നോട്ട് വരികയാണ്, വിമാനത്തിലേക്ക് ആദ്യ ചുവടുകൾ വയ്ക്കുകയാണ്. വിമാനം കണ്ടുപിടിച്ചു. അതുകൊണ്ട് തൃപ്തരായോ? ഇല്ല. അവിടുന്ന് ശൂന്യാകാശത്തേക്ക് എത്താൻ, സ്പേസിലേക്ക് പോകാനായിട്ട്, ചന്ദ്രനിലേക്ക് പോകാനായിട്ട്, ചൊവ്വയിലേക്ക് പോകാനായിട്ട്, പിന്നെ വോയേജർ പോലുള്ള സൗരയൂഥത്തിന്റെ ഒരറ്റം കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഉള്ള അതിലേക്ക് മനുഷ്യൻ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതികളെ പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് ഇത്രയും മതി, എന്നെ കൊണ്ട് ഇത്രയേ പറ്റത്തുള്ളൂ, എൻ്റെ ആയുസ് കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു എന്നുള്ള ചിന്തയല്ല. ഇനിയും എന്നിൽ കുറവുകളുണ്ട്, എനിക്ക് ഇനിയും എത്തിച്ചേരേണ്ട മേഖലകളുണ്ട്, ഞാൻ ഇനിയും പൂർണ്ണമാക്കാനുള്ള മേഖലകളുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് വളർച്ചയുണ്ടാകുന്നത്. നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന പെർഫെക്ഷനിലേക്ക്, എക്വിപ്പിങ്ങിലേക്ക് എത്തിച്ചേരുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടെ പറയുന്നത് സ്നേഹത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ദ ഫുൾ ലോ, 10
കമാൻഡ്മെന്റ്സ് ആൻഡ് മൊസൈക് ലോ, അതിൻ്റെ ഉപവിഭാഗങ്ങൾ, സിവിൽ ലോസ്, റിലീജിയസ് ലോസ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ആ കൽപ്പനകളെല്ലാം ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കാം എന്നാണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. എന്താ? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എന്തുകൊണ്ടാണ് കൽപ്പനകളെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയാനായിട്ട് കാരണം, കൂട്ടുകാരനെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ സ്നേഹിക്കുമ്പോഴും ചിലർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടുകാരനെ സ്നേഹിക്കാതിരിക്കാം. അല്ലെ? ഹല്ലേലൂയ, ആമേൻ. അപ്പോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ, ചിലർ പറയുന്നത് എനിക്ക് ദൈവവുമായി ഭയങ്കര ബന്ധമാണ്, പക്ഷെ എന്റെ ചുറ്റുമുള്ള ആരുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നവര് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവജനത്തിന്, ദൈവസഭകൾക്ക് പറ്റുന്ന വലിയൊരു അപകടമാണ് എന്ത്? ചില ചെറിയ ചെറിയ വാശികൾ, വൈരാഗ്യങ്ങൾ, അഹംഭാവങ്ങൾ, ഞാൻ, എനിക്ക് എന്ന ചിന്തകൾ. ഹല്ലേലൂയ. നോക്കൂ, ആമേൻ. നമുക്ക് സ്വാഭാവികമായിട്ടും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമുക്ക് നമ്മോട് സ്നേഹം ഉണ്ടായിരിക്കണം, പക്ഷെ നമ്മളെ മാത്രം സ്നേഹിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ഞാൻ എന്നെ മാത്രം സ്നേഹിച്ചാലാ കുഴപ്പം വരുന്നത്. എന്നെ പോലെ മറ്റൊരാളെ സ്നേഹിക്കാനാ വചനം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടോ, എങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെ ഞാൻ മറ്റൊരാളെയും സ്നേഹിക്കണം. ഞാൻ എൻ്റെ കുടുംബത്തോട് സ്നേഹം നിമിത്തം ഞാൻ എൻ്റെ കുടുംബത്തെ കരുതുകയും ഒക്കെ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരോടും എനിക്ക് എന്തുണ്ടാകണം? സ്നേഹമുണ്ടാകണം. ഹല്ലേലൂയ. അതില്ലെങ്കിൽ ദൈവസഭ ഒരുമിച്ച് നിൽക്കത്തില്ല, വളരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടത്തില്ല, എക്വിപ്പ് ചെയ്യപ്പെടത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു പദം നമ്മൾ പരിചയമായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? ഹല്ലേലൂയ. അപ്പോൾ എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, ഈ നെപ്പോട്ടിസത്തിന് എതിരാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നെപ്പോട്ടിസത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പൂർണ്ണമായും നെപ്പോട്ടിസത്തിന് എതിരല്ല. എന്താ കാരണം? സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ തന്നെ ദൈവം വെച്ചിരിക്കുന്ന നാച്ചുറലായ ഒരു സിസ്റ്റമാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്. നെപ്പോട്ടിസത്തിന്റെ എക്സ്ട്രീം ലെവലല്ല, അതിന്റെ ചില ഗുണവശങ്ങൾ. എന്താ അങ്ങനെ? ഞാൻ എൻ്റെ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുമോ അതോ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുമോ? നന്നാകണമെന്നേ ആഗ്രഹിക്കൂ. ഏതൊരാളും അങ്ങനെ ആഗ്രഹിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവവേല ചെയ്യണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അല്ല അവരെ ഈ പരിസരത്ത് പോലും കണ്ടുപോകരുത് എന്നായിരിക്കുമോ ഞാൻ ആഗ്രഹിക്കുന്നത്? സ്വാഭാവികമായിട്ടും കർത്താവ് എന്നെ വിളിച്ച ശുശ്രൂഷയുടെ മഹത്വവും മഹാത്മ്യവും ഞാൻ തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളും ഈ ശുശ്രൂഷയിൽ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് പോലെ വരണം എന്നേ ഞാൻ ആഗ്രഹിക്കൂ. അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനുവേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന പിന്തുണ അവർക്ക് കൊടുക്കും. ഞാൻ അവരെ സഹായിക്കും. ഞാൻ അവരെ കഴിവിൻ്റെ പരമാവധി അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കും. അതിനെ നെപ്പോട്ടിസം എന്ന് വിളിക്കുന്നത് തെറ്റാണ്. ഇതെല്ലാ മേഖലയിലും ഉണ്ട്, പ്രകൃതിയിലുണ്ട്. നാച്ചുറലി നോക്കിക്കഴിഞ്ഞാൽ മൃഗങ്ങൾ പോലും, അല്ലെങ്കിൽ പക്ഷികൾ, മറ്റേത് മേഖല അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും അവരെ പോലെ ആകാനായിട്ട് എക്വിപ്പ് ചെയ്യുന്നത് നാച്ചുറലാണ്. ദൈവം പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. മനുഷ്യരിലും അത് തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ എപ്പോഴാ ആ നെപ്പോട്ടിസം അല്ലെങ്കിൽ അതിന്റെ ദോഷവശം എപ്പോഴാണെന്നറിയാവോ? എൻ്റെ മക്കൾ മാത്രമേ ശുശ്രൂഷയിൽ വരാവൂ, എൻ്റെ മക്കൾ മാത്രമേ ദൈവത്തിനായി പ്രയോജനപ്പെടാവൂ എന്ന ചിന്ത എനിക്ക് വന്നാൽ അവിടെ അപകടമാണ്. ഹല്ലേലൂയ. എപ്പോഴൊക്കെ ആർക്കൊക്കെ ഈ ചിന്ത വരുന്നു, അത് സെൽഫിഷ്നെസ്സിലേക്ക് വരുന്നു. മനുഷ്യർ സ്വാർത്ഥരായിട്ട് മാറുന്നു. ഹല്ലേലൂയ, ആമേൻ. മറ്റുള്ളവരെയും വളർത്തിയെടുക്കുവാൻ, എക്വിപ്പ് ചെയ്യിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ചിന്താഗതിയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒടുവിൽ എന്ത് സംഭവിക്കും? ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒടുങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന അതിന്റെ അർത്ഥം. വളരത്തില്ല. വളർച്ചയില്ലെങ്കിൽ തളർച്ചയുണ്ടാകും. ഹല്ലേലൂയ. സഭ വളരുന്നില്ലെങ്കിൽ അതിന് തളർച്ചയുണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ അന്യോന്യം നാം എന്ത് ചെയ്യണം? സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ആകണം. ഒന്ന്, ഹൃദയപൂർവമായി ശുശ്രൂഷ ചെയ്യുക, ശുശ്രൂഷയ്ക്ക് ഉള്ള മനസ്സുണ്ടായിരിക്കുക. രണ്ട്, ശുശ്രൂഷ എങ്ങനെ ചെയ്യണം? സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. മൂന്ന്, വി ഹാവ് ടു അക്സെപ്റ്റ് ദ ഡിവൈൻ പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിയെ നാം അംഗീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 16.
സുപരിചിതമാണ് ആ വാക്യം, ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ അക്സെപ്റ്റ് ഗോഡ്സ് പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതിയെ അംഗീകരിക്കുക. വളരാൻ, ദൈവസഭ വളരാൻ എന്താ ചെയ്യേണ്ടത്? അക്സെപ്റ്റ് ഗോഡ്സ് പ്ലാൻ. എന്താ ദൈവത്തിന്റെ പദ്ധതി? ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എന്തിനു തെരഞ്ഞെടുത്തു? ഫലം കായ്ക്കാൻ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. സഭയ്ക്ക് എക്വിപ്മെന്റ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും ആത്മീയ വളർച്ച പ്രാപിപ്പാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന മെച്യൂരിറ്റിയിലേക്ക് വളരാനായിട്ട്, പ്രൈസ് ദി ലോർഡ്, എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയെ അംഗീകരിക്കണം. പോയി ഫലം കായ്ക്കണം എന്ന ദൈവിക പദ്ധതിയെ അംഗീകരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പോയി ഫലം കായ്ക്കുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അവസാനം കർത്താവ് പറഞ്ഞ ആ സെന്റൻസിൽ തന്നെ അതുണ്ട്. ആക്കി വെച്ചുമിരിക്കുന്നു, അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, പ്ലേസ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പോയി ഫലം കായ്ക്കാൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചും വ്യത്യസ്തമായ പദ്ധതികളാണ് ഉള്ളത്. പോയി ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ ചിലര് ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരിടത്തും പോകുന്നില്ലല്ലോ, വിഷമിക്കേണ്ട, അതിനെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ ദൈവം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ അവസരം തന്ന്, രക്ഷയിലേക്ക് നയിച്ച്, കൃപ തന്ന് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നത് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നതിന്റെ തെളിവാണ്. ആ തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. പോയി ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഫലം കായ്ക്കുക. ഹല്ലേലൂയ. അത്രയേ ഉള്ളൂ. ആമേൻ. ഇനി ദൈവം നമ്മളോട് വ്യക്തമായി ചിലരോട് സംസാരിക്കുകയാണ്. ഇന്ന സ്ഥലത്തേക്ക് പോകുക, ഇന്ന ദേശത്തേക്ക് പോവുക, ഇന്ന ഗ്രാമത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തേക്ക് പോവുക എന്ന് ദൈവം ആ വ്യക്തിയോട് ഇടപെട്ടാൽ, വ്യക്തമായി സ്പഷ്ടമായി ദൈവം ഇടപെട്ടാൽ ആ വ്യക്തി അവിടേക്ക് പോവുക. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നു, ഈ ദേശത്ത് കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. അത് ഏതുമായിക്കൊള്ളട്ടെ, നമ്മളായിരിക്കുന്ന രാജ്യമോ ദേശമോ ഗ്രാമമോ പട്ടണമോ ഏതുമായിക്കൊള്ളട്ടെ, നാം ഇവിടെ വന്നതല്ല, ദൈവം കൊണ്ടുവന്നതാണ്. അല്ലെ? നമ്മൾ ഇതിനു വേണ്ടി ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടാകും. ശരിയാണ്. നമ്മൾ അതിനു വേണ്ടി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാകും, ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷെ ദൈവകരം നമുക്ക് വേണ്ടി ചലിക്കാതിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും വരത്തില്ലായിരുന്നു, ഈ സമയത്ത് ഇവിടെ എത്തത്തില്ലായിരുന്നു. അപ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. നമ്മേക്കാൾ മിടുക്കന്മാർ ശ്രമിച്ചിട്ടുണ്ടാവും, അവർക്ക് ഈ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ പൊസിഷനിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ ആപ്ലിക്കേഷൻസ് പോയതിനകത്തൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു നമ്മുടേത്, അതെല്ലാം റിജക്ട് ചെയ്യപ്പെട്ടില്ലേ? ഹല്ലേലൂയ. എത്രയോ പേരെ റിജക്ട് ചെയ്തിട്ടായിരിക്കും ആ സ്ഥലത്ത് നമ്മളെ ആക്കി വെച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്തിനാ നമ്മെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ പദ്ധതി മനസ്സിലാക്കുക. അക്സെപ്റ്റ് ഡിവൈൻ പ്ലാൻ. എന്താണത്? ബെയർ ഫ്രൂട്ട്. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുക, അതിനു വേണ്ടിയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എന്താണ് ദൈവസഭ കായ്ക്കേണ്ട ഫലം? ഫലത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും പരിചയം ഒരുപക്ഷെ ആത്മാവിന്റെ ഫലം ആയിരിക്കും. ആത്മഫലമോ ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞ സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് തുടങ്ങി പറയുന്ന ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ ഫലമായിരിക്കും ഹല്ലേലൂയ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. ഓഫ് കോഴ്സ് അത് ദൈവത്തിനായി ഫലം കായ്ക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ഓരോ വ്യക്തിയിലും വെളിപ്പെടേണ്ട ഫലമാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഫലം എന്ന പദം കൊണ്ട്, ഫ്രൂട്ട് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വൃക്ഷമായിരുന്നാൽ അതിന്റെ ഫലം കൊണ്ട് അതിനെ എന്ത് ചെയ്യാം? തിരിച്ചറിയാം. ഹല്ലേലൂയ. യേശു പറഞ്ഞതാണ്, ഒരു വൃക്ഷമായിരുന്നാൽ അതിന്റെ ഫലം കൊണ്ട് അതിനെ തിരിച്ചറിയാം. നമ്മുടെ ക്യാരക്ടർ, ക്രിസ്തുവിന് അനുയോജ്യമായ അല്ലെങ്കിൽ ക്രിസ്തീയമായ സ്വഭാവം, ക്രിസ്ത്യൻ ക്യാരക്ടർ, ക്രിസ്തയേശുവിന്റെ മൈൻഡ്, ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. ഹല്ലേലൂയ. ദ സെയിം മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഓൾസോ ബി ഇൻ യു. യേശുവിന്റെ അതേ മനോഭാവം തന്നെ, അതേ മനസ്സു തന്നെ, അതേ സ്വഭാവം തന്നെ നമുക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിന്റെ മനസ്സാണ് നമ്മുടെ ഫലം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ക്യാരക്ടർ ആണ് ഫലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒന്ന് പരിശുദ്ധാത്മ ഫലം, രണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ക്യാരക്ടർ എന്ന ഫലം. ഇത് രണ്ടും
അഭേദ്യമായ ബന്ധമുള്ളതാണ്. ആത്മാവിന്റെ ഫലവും നമ്മുടെ ക്രിസ്തീയ സ്വഭാവവും തമ്മിൽ ബന്ധപ്പെട്ട് ഇതൊന്നും വേർതിരിക്കാൻ കഴിയുന്നതല്ല, ഒരുമിച്ച് കിടക്കുന്നതാണ്. ടൈറ്റിൽ നമുക്ക് പലത് ഇങ്ങനെ കൊടുക്കാം, പക്ഷെ ഇതെല്ലാം തമ്മിൽ ഇടചേർന്ന് കിടക്കുന്നതാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്ത്യൻ ക്യാരക്ടർ നമുക്കുണ്ടായിരിക്കണം. 3, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. 1, പരിശുദ്ധാത്മ ഫലം. 2, നമ്മുടെ സ്വഭാവമാകുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിലേക്ക് പകർത്തുന്ന സ്വഭാവമാകുന്ന ഫലം. 3, ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നമ്മൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നമുക്ക് എത്ര പേരെ കർത്താവിന് വേണ്ടി നേടി എന്നൊക്കെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലർക്കെങ്കിലും നിരാശപ്പെടുത്തുന്ന മറുപടി ആയിരിക്കാം ഉള്ളിൽ നമുക്ക് പുറത്തു വരും. പക്ഷെ നമ്മുടെ ചോദ്യം, നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെയാണ് ഇമ്പോർട്ടൻസ്. ഹല്ലേലൂയ. നമ്മൾ പ്രവർത്തിച്ചിട്ടും ഫലം കാണാതിരിക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അതിന്റെ പിന്നിൽ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കൾ ആദായപ്പെടുന്നത്. പക്ഷെ അതിനകത്ത് നമ്മുടെ ചില ദൈവം ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമുക്ക് അവസരം കിട്ടിയിട്ട് നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. യേശുവിനെ അറിയിച്ചിട്ടുണ്ടോ? അവസരം കിട്ടിയിട്ട് നമുക്കൊരു വ്യക്തിയുമായിട്ട് നമ്മൾ 5 മണിക്കൂർ പല ദിവസങ്ങളായി സംസാരിച്ചു എന്നിരിക്കട്ടെ, അതിനകത്ത് ഒരു തവണയെങ്കിലും നമുക്ക് ഒരു അടുത്ത ബന്ധമോ അല്ലെങ്കിൽ കുറച്ച് സ്വാതന്ത്ര്യമോ കിട്ടി. എന്നിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും ഞാൻ ഒരു ദൈവ പൈതലാണ്, ദൈവം എനിക്ക് സമാധാനം തന്നു, എന്നെ യേശു രക്ഷിച്ചു, അല്ലെങ്കിൽ യേശു ക്രിസ്തു എൻ്റെ പാപം മോചിച്ചു, എന്തെങ്കിലും ആയിക്കോട്ടെ, യേശു കർത്താവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും നമ്മൾ പറയാനായിട്ട് അവസരമുണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അവസരങ്ങൾ നമ്മൾ മാറി നിന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം. അവസരങ്ങൾ വന്നപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം. അപ്പോൾ 3, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഫലം. ഹല്ലേലൂയ. ഇതിനാണ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. സോ അക്സെപ്റ്റ് ഡിവൈൻ പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിയെ അംഗീകരിക്കുക. ഹല്ലേലൂയ. ആമേൻ. 4, നമ്മൾ കഷ്ടം അനുഭവിക്കാൻ മനസ്സുള്ളവരാകുക. കഷ്ടം അനുഭവിക്കാൻ മനസ്സുള്ളവർ ആകുക. കഷ്ടം അനുഭവിക്കാൻ തയ്യാറെടുക്കുക. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവരുടെ മറുപടി, അതെ, ഞങ്ങൾ കുടിക്കാൻ പറ്റും എന്ന് അവര് മറുപടി പറയുകയാണ്. മർക്കോസ് 10-ന്റെ 38-ാമത്തെ വാക്യം. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്താ യേശു ഇവിടെ പറയുന്ന പാനപാത്രവും സ്നാനവും എന്നൊക്കെ പറയുന്നത്? യേശു ഓൾറെഡി 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റതാണ്. ആ സ്നാനത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണം എന്ന സ്നാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. കുടിക്കാൻ പോകുന്ന പാനപാത്രം എന്താ? ലോകത്തിന്റെ പാപത്തെ ചുമന്ന് യാഗമായി തീരുന്ന ആ ദൈവത്തിന്റെ പദ്ധതിയെ ആലിംഗനം ചെയ്യുന്ന ആ ദൈവിക പദ്ധതിയെ തന്നിൽ നിറവേറ്റുന്നതിനെയാണ് പാനപാത്രം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു തന്നെ മരണത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ കുടിക്കുന്ന പാനപാത്രം, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, മരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൈവരാജ്യ നിമിത്തം, ദൈവനാമ നിമിത്തം നിങ്ങൾക്ക് മരിക്കാൻ പറ്റുമോ? അവർ പറയും യെസ് പറ്റും. അവര് ഒത്തിരി ചിന്തിച്ചിട്ടൊന്നും ആയിരിക്കില്ല പറഞ്ഞത്. പക്ഷെ ഇത് കേട്ടതിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി. യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി. ഈ യേശുവിന്റെ കൂടെ നിന്ന ശിഷ്യന്മാരിൽ പിന്നീട് അവരെല്ലാം രക്തസാക്ഷികളായെന്നാണ് ചരിത്രം നമുക്ക് അറിവ് തരുന്നത്. ഹല്ലേലൂയ. ആ വിധത്തിൽ യേശുവിന്റെ പാനപാത്രം അവർ കുടിച്ചു, യേശുവേറ്റ സ്നാനം അവരേറ്റു എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പക്ഷേ അവിടെ കർത്താവിന്റെ ചോദ്യം, അവർ ആക്ച്വലി യേശുവിന്റെ സിംഹാസനത്തിന് ഇടവും വലവും ഇരിക്കാനായിട്ട് പദവി തരണമെന്നൊക്കെ അവർ പറഞ്ഞു വരുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗീയ പദവികളെ കുറിച്ചുള്ള ആഗ്രഹമൊക്കെ നല്ലതാണ്, അത് ആർക്കാ വച്ചിരിക്കുന്നതെന്നൊന്നും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, അത് പിതാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, സ്വർഗത്തിൽ മാന്യമായ സ്ഥലത്ത് ഇരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ത്യാഗത്തിന് തയ്യാറാകണം, കഷ്ടത സഹിക്കാൻ തയ്യാറാകണം. ഇവൻ രക്തസാക്ഷി ആകേണ്ടി വന്നാൽ പോലും പിന്മാറാതെ നിലനിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിന് നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കഷ്ടം അനുഭവിക്കാനുള്ള, യേശു കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള, കഷ്ടം അനുഭവിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. നമ്മോടും കർത്താവിന്റെ ചോദ്യം അതാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ
ഞാൻ ആരാന്നറിയാവോ, എൻ്റെ സ്വഭാവം എന്താണെന്നറിയാവോ, ഞാൻ പണ്ട് പുലിയെ പിടിച്ച പുള്ളിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ ആ പഴയ സ്വഭാവം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു, മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമനിമിത്തം നിന്ന സഹിക്കാൻ, അപമാനം സഹിക്കാൻ, ഹല്ലേലൂയ, കഷ്ടത സഹിക്കാൻ, ഹല്ലേലൂയ, നമ്മൾ തയ്യാറാണെങ്കിൽ ആമേൻ, ഉറപ്പാണ് ദൈവരാജ്യത്തിൽ നാം ഫലം കായ്ക്കുന്നവരാകും, കർത്താവിലേക്ക് നമ്മൾ എക്യുപ്പ് ചെയ്യപ്പെടുന്നവരാകും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമ്മുടെ ചിന്തകളെ ഒന്നുകൂടെ ഉണർത്തട്ടെ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും ഫലം കായ്ക്കാനും സഹായമായി തീരുമാറാകട്ടെ.